ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യയുടെ പേര് സുവർണ അക്ഷരങ്ങളിൽ എഴുതപ്പെടുകയാണ്. വൻ ശക്തികളുടെ സാമ്പത്തിക വേഗത മന്ദഗതിയിലാവുകയും പല വികസിത രാജ്യങ്ങളും മാന്ദ്യത്തിൻ്റെ നിഴലിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ഭാരതം ഒരു അത്ഭുതമായി കുതിക്കുകയാണ്. 4.18 ലക്ഷം കോടി ഡോളർ മൂല്യമുള്ള മൊത്തം ആഭ്യന്തര ഉൽപ്പാദനവുമായി ജപ്പാനെ പിന്നിലാക്കി ഇന്ത്യ ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. കേവലം 10 വർഷം കൊണ്ട് തൻ്റെ സാമ്പത്തിക വലിപ്പം ഇരട്ടിയാക്കി മാറ്റിയ ഇന്ത്യ ഇനി ലക്ഷ്യമിടുന്നത് ജർമ്മനിയെ മറികടന്ന് ലോകത്തെ 3ാം ശക്തിയാകാനാണ്. 2030ഓടെ ഈ നേട്ടം കൈവരിക്കാമെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ രാജ്യം ഇന്ന് കാത്തിരിക്കാൻ തയ്യാറല്ല. 4ാമത്തെ സ്ഥാനത്തെ സന്തോഷത്തേക്കാൾ 3ാമത്തെ സ്ഥാനത്തെത്താനുള്ള തീവ്രമായ ആഗ്രഹമാണ് ഇന്ന് ഇന്ത്യൻ വിപണികളിലും നയരൂപീകരണത്തിലും നിഴലിക്കുന്നത്. ഇന്ത്യയുടെ ഈ കുതിപ്പിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ യുവജനതയാണ്. ലോകത്തിലെ മിക്ക വികസിത രാജ്യങ്ങളും, പ്രത്യേകിച്ച് ജപ്പാൻ, ചൈന, ജർമ്മനി, ഇറ്റലി ഇവയെല്ലാം വാർദ്ധക്യത്തിൻ്റെ അവശതകൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. അവിടെ ജനസംഖ്യയിൽ വൃദ്ധരുടെ എണ്ണം കൂടുകയും ജോലി ചെയ്യാൻ ശേഷിയുള്ളവരുടെ എണ്ണം കുറയുകയും ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ചിത്രം നേരെ വിപരീതമാണ്. ഭാരതത്തിൻ്റെ ശരാശരി പ്രായം വെറും 28.8 ആണ്. രാജ്യത്തെ ജനസംഖ്യയുടെ 67% തൊഴിൽ ചെയ്യാൻ പ്രായമുള്ളവരാണ്, അതായത് 15 മുതൽ 65 വയസ്സ് വരെ ഉള്ളവർ. ഇത്രയും വലിയൊരു തൊഴിൽ സേന മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ല. ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യവും സാങ്കേതിക വിദ്യയിലെ വൈദഗ്ധ്യവും ഒത്തുചേരുമ്പോൾ ഇന്ത്യ ലോകത്തിൻ്റെ പണിപ്പുരയായി മാറുകയാണ്. ആപ്പിൾ, ഗൂഗിൾ, ടെസ്ല തുടങ്ങിയ ആഗോള ഭീമന്മാർ ചൈനയിൽ നിന്ന് തങ്ങളുടെ ഉൽപ്പാദന ശൃംഖലകൾ ഇന്ത്യയിലേക്ക് മാറ്റാൻ മത്സരിക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല. സാമ്പത്തിക വളർച്ചയെ വേഗത്തിലാക്കുന്ന മറ്റൊരു സുപ്രധാന ഘടകം ഇന്ത്യയുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറാണ്. ആധാർ മുതൽ UPI വരെയുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക മുഖച്ഛായ മാറ്റിമറിച്ചു. ഒരു കാലത്ത് ബാങ്കിംഗ് സൗകര്യങ്ങൾ പോലുമില്ലാതിരുന്ന ഗ്രാമീണ കർഷകരും ചെറുകിട കച്ചവടക്കാരും ഇന്ന് ഡിജിറ്റൽ ഇടപാടുകളുടെ ഭാഗമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാഷ്ലെസ് ഇടപാടുകൾ നടക്കുന്ന രാജ്യം ഇന്ന് ഇന്ത്യയാണ്. ഈ ഡിജിറ്റൽ മുന്നേറ്റം അദൃശ്യമായിരുന്ന പല കച്ചവടങ്ങളെയും ഔദ്യോഗിക സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാക്കി. ഇത് സർക്കാർ ഖജനാവിലേക്കുള്ള നികുതി വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ക്ഷേമ പദ്ധതികൾ ഇടനിലക്കാരില്ലാതെ അർഹരിലേക്ക് നേരിട്ടെത്തിക്കാനും സഹായിച്ചു. GST പിരിവിൽ മാസം തോറും കാണുന്ന വർധനവ് ഈ സാമ്പത്തിക സുതാര്യതയുടെയും വളർച്ചയുടെയും പ്രതിഫലനമാണ്. ഭൗമരാഷ്ട്രീയ യുദ്ധങ്ങളും വ്യാപാര തടസ്സങ്ങളും ആഗോള വിപണികളെ ഉലയ്ക്കുമ്പോഴും ഇന്ത്യയുടെ അടിത്തറ ഇളകാതിരിക്കുന്നത് നയതന്ത്രത്തിലെ മികവ് കൊണ്ടാണ്. ലോകത്തെ പ്രധാനപ്പെട്ട 30ലധികം രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ഇന്ന് എണ്ണ വാങ്ങുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധകാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിച്ച് റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ തയ്യാറായി. ആവശ്യമായ എണ്ണയുടെ 40% റഷ്യയിൽ നിന്ന് വാങ്ങി ഇന്ത്യ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കി. ഈ തന്ത്രപരമായ സ്വാതന്ത്ര്യം ഇന്ത്യയെ ഒരു ചേരിയുടെയും ഭാഗമാക്കാതെ തന്നെ എല്ലാവർക്കും ഒഴിച്ചുകൂടാനാകാത്ത പങ്കാളിയാക്കി മാറ്റി. ഒരു വശത്ത് അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുമ്പോൾ തന്നെ ബ്രിക്സ്, G20 തുടങ്ങിയ കൂട്ടായ്മകളിൽ വികസ്വര രാജ്യങ്ങളുടെ ശബ്ദമായി മാറാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഓരോ ഇന്ത്യൻ എംബസിയും രാജ്യത്തെ ബിസിനസ് ലക്ഷ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്രങ്ങളായി മാറിയത് കയറ്റുമതി മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്ത്യയുടെ GDP കണക്കുകൾ വിസ്മയിപ്പിക്കുമ്പോഴും നാണയത്തിൻ്റെ മറുപുറം അത്ര ശോഭനമല്ല എന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. ലോക അസമത്വ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ 1% അതിസമ്പന്നരുടെ കയ്യിലാണ് രാജ്യത്തെ 22.6% സമ്പത്തും കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. ദേശീയ വരുമാനത്തിൻ്റെ പകുതിയിലധികവും കൈയാളുന്നത് വെറും 10% ആളുകളാണ്. ഇത് വികസിത രാജ്യങ്ങളായ അമേരിക്കയേക്കാൾ മോശമായ അവസ്ഥയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോഴും സാധാരണക്കാരൻ്റെ ജീവിത നിലവാരത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റമുണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാന പോരായ്മ ഇന്ത്യയുടെ പ്രതിശീർഷക വരുമാനമാണ്. മൊത്തം സമ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 4ാമതാണെങ്കിലും 140 കോടി ജനങ്ങൾക്കിടയിൽ ഈ സമ്പത്ത് വീതിക്കുമ്പോൾ ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന വിഹിതം വളരെ കുറവാണ്. 2025 കണക്കനുസരിച്ച് നോമിനൽ GDP അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം ഏകദേശം $2,878 മാത്രമാണ്. ഇത് ആഗോളതലത്തിൽ 136നും 142നും ഇടയിലുള്ള സ്ഥാനമാണ്. നമ്മൾ മറികടന്ന ജപ്പാന്റെ പ്രതിശീർഷ വരുമാനം ഇന്ത്യയേക്കാൾ 12 മടങ്ങ് കൂടുതലാണ്. ഏഷ്യൻ രാജ്യങ്ങളുടെ പട്ടികയിൽ തന്നെ ഇന്ത്യ 37ാം സ്ഥാനത്താണ്. അതായത് രാജ്യം സമ്പന്നമാകുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഇപ്പോഴും ദാരിദ്ര്യരേഖയോട് മല്ലിടുന്നു എന്നതാണ് വസ്തുത. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ വിരോധാഭാസം അതിൻ്റെ ഘടനയിലാണ്. അതിവേഗം വളരുന്ന സേവന സാങ്കേതിക മേഖലകൾ ഇന്ത്യക്കുണ്ടെങ്കിലും രാജ്യത്തെ 45% ജനങ്ങളും ഇപ്പോഴും ആശ്രയിക്കുന്നത് ഉൽപ്പാദനക്ഷമത കുറഞ്ഞ കാർഷിക മേഖലയെയാണ്. കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജനസംഖ്യയുടെ പകുതിയോളം പേരെ പോറ്റാൻ പര്യാപ്തമല്ല. അതേസമയം സാമ്പത്തിക വളർച്ച 8%-ഓളം എത്തി നിൽക്കുമ്പോഴും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്.
വിദ്യാഭ്യാസമുള്ള യുവാക്കൾ ഗിഗ് ഇക്കണോമിയിലെ താൽക്കാലിക ജോലികളെ ആശ്രയിക്കേണ്ടി വരുന്നു. വർഷം തോറും 1 കോടി തൊഴിലുകളെങ്കിലും പുതുതായി സൃഷ്ടിച്ചാൽ മാത്രമേ ഇന്ത്യയുടെ യുവജനതയെ വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ കഴിയൂ. ഇതിൻ്റെ അഭാവത്തിൽ യുവാക്കൾ വിദേശത്തേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നതും പല രാജ്യങ്ങളിലും അവർക്ക് വാതിലുകൾ അടയുന്നതും മറ്റൊരു പ്രതിസന്ധിയായി മാറുന്നു. അതിവേഗത്തിലുള്ള വ്യാവസായിക വളർച്ച പ്രകൃതിക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലെ വായു മലിനീകരണം ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വികസനം വരുമ്പോൾ വായുവും വെള്ളവും മണ്ണും മലിനമാകുന്നത് ദരിദ്ര ജനങ്ങളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. 2047ഓടെ ഒരു വികസിത രാഷ്ട്രമാവുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യക്ക് മുന്നേറണമെങ്കിൽ സാമ്പത്തിക വളർച്ചയോടൊപ്പം മനുഷ്യ വികസന സൂചികയിലും പുതിയ പുരോഗതി ഉണ്ടാകണം. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവയിൽ കാര്യമായ പരിഷ്കാരങ്ങൾ ഇല്ലാതെ ശരിക്കുള്ള വികസനം സാധ്യമാകില്ല. ചുരുക്കത്തിൽ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തി എന്ന നേട്ടം ഇന്ത്യക്ക് അഭിമാനകരമാണ്. ജപ്പാനെയും ജർമ്മനിയെയും പോലെയുള്ള പഴയ വൻ ശക്തികളെ പിന്തള്ളുന്നത് ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. എന്നാൽ ഈ വളർച്ചയുടെ ഗുണഫലങ്ങൾ താഴെത്തട്ടിലുള്ള ദരിദ്രരിലേക്ക് കൂടി എത്തുന്നു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. സാമ്പത്തിക അസമത്വം കുറയ്ക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിച്ചാൽ മാത്രമേ ഇന്ത്യയുടെ ഈ കുതിപ്പ് അർത്ഥവത്താകുകയുള്ളൂ. ലോകം മുഴുവൻ ഇന്ത്യയെ ഒരു പ്രതീക്ഷയോടെ ഉറ്റുനോക്കുമ്പോൾ ആ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കാൻ പക്വതയാർന്ന സാമ്പത്തിക നയങ്ങളും സുസ്ഥിരമായ വികസന കാഴ്ചപ്പാടും അത്യന്താപേക്ഷിതമാണ്.